കൂപ്പുകുത്തിക്കുന്ന മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരായി ഞങ്ങൾ ഒരു മനമോടെ ഒരു സ്വരമോടെ ഇറങ്ങിയിരിക്കുന്നു. പ്രാർത്ഥനാ അന്തരീക്ഷം നിറഞ്ഞു തുളുമ്പിയിരിക്കുന്ന വിവാഹം, മാമോദീസ, ആദ്യ കുർബാന സ്വീകരണം തുടങ്ങിയ ആഘോഷങ്ങളിലെല്ലാം ഇന്ന് മദ്യമെന്ന വില്ലൻ കൈക്കലാക്കിയിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ വിഭവസന്ധിക്ക് ഒരു പരിഹാരമായി ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു പിശാചിൻ്റെ തടവറ. ഈ പ്രോഗ്രാം ഇവിടെ അരങ്ങേറുന്നതിന് ഞങ്ങൾക്ക് പ്രചോദനവും ആത്മവിശ്വാസവും പകർന്നു തന്ന ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഞങ്ങളെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും മറ്റ് വൈദികർക്കും മാതൃപിതൃവേദി അംഗങ്ങൾക്കും ഞങ്ങളുടെ ഗുരുഭൂതർക്കും ഇനി പരിപാടി കാണുവാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. നന്ദി, നമസ്കാരം. മദ്യമെന്ന പേരു കേട്ട കേരളത്തെ ഓർത്തിരണം, നെഞ്ചു നീരിക്കരയുന്ന അമ്മമാരെയും, നെഞ്ചു നീരിക്കരയുന്ന അമ്മമാരെയും, കുടുംബങ്ങൾ തകർക്കാനും കലഹങ്ങൾ ഉണ്ടാക്കാനും കഴിവുള്ളവരാണല്ലോ ഈ മദ്യക്കുപ്പി, കഴിവുള്ളവരാണല്ലോ ഈ മദ്യക്കുപ്പി. ആഘോഷങ്ങളേതായാലും കൂതാശകളേതായാലും മദ്യമെന്ന കൂട്ടുകാരൻ സന്നിഹിതനേ, മദ്യമെന്ന കൂട്ടുകാരൻ സന്നിഹിതനേ. ദുരന്തങ്ങളേതായാലും മരണങ്ങൾ ഉണ്ടായാലും മദ്യമെന്ന വിപത്തിനി വിട്ടുപോകില്ലേ, മദ്യമെന്ന വിപത്തിനി വിട്ടുപോകില്ലേ. മദ്യവിമുക്തമായൊരാ ഭാരതമാണെൻ്റെ ലക്ഷ്യം, അത് എന്ന് നടന്നിടും എൻ്റെ കൂട്ടരെ, അത് എന്ന് നടന്നിടും എൻ്റെ കൂട്ടരെ, അത് എന്ന് നടന്നിടും എൻ്റെ കൂട്ടരെ. ധോണിയുടെ ബാറ്റിംഗ് ആയിരുന്നു. ബാറ്റിംഗ് ഗംഭീരം കളിച്ചു, സേവാൻ കളിച്ചു. സേവാൻ എന്താ കുഴപ്പം? ശ്രീശാന്തിന്റെ ബോളിംഗ് ആയിരുന്നു. ബോളിംഗ് 10 ബോൾ ചെയ്യാൻ വേണമായിരുന്നു. അതൊന്നും പറയണ്ട. ഇവന്മാർക്കൊന്നും ഒരു പണിയില്ല. ഒരുത്തൻ ബോളറിയും വേറൊരുത്തൻ അടിക്കും, കുറെ അവന്മാർ അവന്റെ പുറകോടും. എന്നാ കളികളായത് നീ കാണുന്നു. വിട്ടേര് പോട്ടെ. ഞാനിപ്പോ വന്നേക്കാം. എനിക്ക് താഴത്തെ കട വരെ ഒന്ന് പോണം. നീ എന്നാ വരുന്നില്ലേ? എടാ, എനിക്കൊരു സൂത്രം വാങ്ങാൻ പോണോന്നേ. നീ ചെയ്യുന്നത് തെറ്റല്ല. നിന്റെ അച്ഛനും അമ്മയും നിന്നെ എത്ര കഷ്ടപ്പെട്ടാ സ്കൂളിൽ വിടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പോക്കോ ക്ലാസ്സിലേക്ക്. ഞാൻ ഇപ്പൊ വന്നേക്കാം. നീ വേണം, നമുക്ക് പോവാം. ഇല്ല, ഹോംവർക്ക് ചെയ്യുന്ന ടീച്ചറെ നമുക്ക് അടിയിട്ടാ പോകുന്നത്. അതിനുള്ള സൂത്രം എന്റെ കയ്യിലുണ്ട്. ഓ, അതാ മരുന്നല്ലേ, ചൂടുകല്ല് അക്ഷരത്തിൽ വെക്കുന്ന മരുന്ന്. ഞങ്ങൾക്ക് വേണ്ട. ഇതല്ല, പിന്നെ അത് വേറൊരു സൂത്രം. അത് നിങ്ങളിപ്പോ അറിയണ്ട. നീ വേണം, നമുക്ക് പോയേക്കാം. ചേട്ടാ, ഒരു ശമ്പളം തന്നേ. അയ്യോ, ശംഭു ഇല്ലല്ലോ. ഒരു ഐറ്റം സാധനം ഇരിപ്പുണ്ട്, വേണോ? പേരെന്താ? പേരറിയില്ല. നല്ല കിക്കുള്ള സാധനം. നല്ല കിക്കാണോ? ആ, ഉണ്ടെന്നോ? അന്ന് ഒരെണ്ണം എടുത്ത്. രണ്ടെണ്ണം എടുത്തോ. ഒന്നിന്റെ പൈസ തന്നാ മതി. ഒരെണ്ണം എന്റെ കൂട്ടുകാർക്കും കൊടുത്തു. നാളെയും വരാവേ കേട്ടോ. പോയി. Silence, silence. Good morning, silence, sit down. നമുക്ക് ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി പഠിക്കാം. രായപ്പാ, നേരിട്ട് ബാക്കി പറയടാ. എഴുതിയില്ല സാർ.
സതീശേ സതീശേ, നീ ആണ്ടിന് സംക്രാന്തിയും ക്ലാസ്സിലും വരും, നീ ഒന്നും പഠിക്കത്തുമില്ല. പഠിക്കുന്നവരായിട്ടും പഠിക്കാൻ സമ്മതിക്കത്തുമില്ല. കാരണം നീ പറ A+B² എക്സ്പാൻഡ് ചെയ്തേ. സാറേ ഞാനൊന്നും പഠിച്ചിട്ടില്ല. അതെന്താ നീ പഠിക്കാഞ്ഞത്? പഠിക്കാനുള്ള കാര്യമൊന്നും പറയാൻ എനിക്കിപ്പോ സമയമില്ല. നിനക്കെന്താ സമയമൊന്നും ഇല്ലാത്ത? ഞാൻ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കല്ലേ? അതെ, കുത്തിയിരിക്കുക. വല്ല കുഴപ്പമുണ്ടോ? നീ തർക്കുത്തരം പറയുന്നു. തർക്കുത്തരം പറഞ്ഞാലാണ് കുഴപ്പം. നിന്റെ വായിലെന്നാളാ? അത് അതൊരു സാധനമാണ്. സാറിപ്പോ അറിയണ്ട. ഞാൻ എന്ന് കാണുന്ന ഇവ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കയറുമ്പോ അപ്പുറത്ത് പോയി കടയിൽ പോയി ഇവൻ എന്ത് സാധനം വാങ്ങിക്കും എന്ന് കാണുന്ന എനിക്ക് ഇവനെ പേടിയാതാണ് ഞാൻ എന്ന് സാറിനോട് പറയാതിരിക്കുന്നത്. നീ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. ഇതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ നിന്റെ വായിലെ കോശങ്ങൾ നഷ്ടപ്പെട്ട് നിനക്കെന്ന ക്യാൻസർ എന്ന രോഗം വരും. അത് ഞാൻ സഹിച്ചോളാം. നീ എന്താണ് എപ്പോഴും തർക്കത്തിലും പറയുന്നത്? സാറേ എന്നെ തല്ലാൻ വരരുത്. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവർ ഓരോന്ന് പറഞ്ഞു തരുന്നു. പണ്ടരാകു തിന്നു നിന്റെ ചുണ്ടരിച്ചില്ലേ, ക്യാൻസർ എന്ന രോഗത്തെ ക്ഷണിച്ചു വരുത്തില്ലേ. പണ്ടരാകു തിന്നു നിന്റെ ചുണ്ടരിച്ചില്ലേ, ക്യാൻസർ എന്ന രോഗത്തെ ക്ഷണിച്ചു വരുത്തില്ലേ. നിന്റെ ജീവിതമുഖം കോപമാക്കില്ലേ, അനുസരണം എന്തെന്നോ മറന്നുപോയില്ലേ. നിന്റെ ജീവിതമുഖം കോപമാക്കില്ലേ, അനുസരണം എന്തെന്നോ മറന്നുപോയില്ലേ. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ, നിങ്ങളായെന്ന് നിങ്ങളായെന്ന് നിങ്ങളായെന്ന്. മതിലേറിയിൽ ഭർത്താവുമാരെ കുത്തിക്കൊന്നു. ചൂട് വാർത്തയാണാ നല്ല ചൂടിനെ നാക്ക് കൊള്ളും. ആദ്യത്തെ ഒരു ഗ്ലാസ് കല്ലുകളിയോ നീ ഇന്ന് ഓഫാണല്ലോടാ. നീ എന്നാ പിന്നെ ഓൺ ആയിട്ടിരിക്കുന്നത്? ദേവിയോ വാടാ, രണ്ടെണ്ണം അടിച്ചിട്ട് തരാം. അതിന് നിന്റെ കാശുണ്ടോ? എടാ ബൂട്ടാനാ 4000 രൂപ. 10 വെച്ച് 4000 അടിച്ചതാ. ബൂട്ടാനോ? 4000 രൂപയോ? വാടാ അമ്മ വിട്ടേക്കാം. ബന്ധു നടന്നാലും കുപ്പി, ബന്ധു നടന്നാലും കുപ്പി, ആഴക്കാരക്കണ കുപ്പി, ആഴമായ കണ കുപ്പി. നമുക്ക് ആശ്ചര്യമുള്ളവനാ. ആ ഷാപ്പുപടി വരെ ഒന്ന് പോണം. ഏത് ഷാപ്പുംപടി? കൊല്ലാട്. കേറുന്നാ കൊള്ളാം. എന്റെ വണ്ടി എങ്ങാനും ചീത്തയാക്കിയാലോ? അവൻ വാളൂരി ഉടപാട് ഒരു സ്ഥിതിക്ക് രാജാവിനെ പിടിച്ച് വണ്ടി കയറാ. അവന് കണ്ണടിച്ചു പോയാലോ? അവൻ ഷാപ്പ് കണ്ട അപ്പൊ അവൻ അത് വെച്ചേക്കാൻ. പാപ്പിയമ്മ ഓ എന്നെ കറിയാച്ച, ഓ എന്നെ കറിയാച്ച, വേഗം വീട്ടിൽ ചെല്ലാം. വെള്ളമടി മുങ്ങാക്കൂട്ടിൽ എന്റെ വീട്ടിൽ ഇല്ല, അവന്റെ വീട് കാണുന്നില്ല. ചേച്ചി ഒരു മോനെ ഇറക്കിയിട്ടുണ്ട്, എടുത്ത് അകത്ത് വെച്ചാല് നമുക്ക് വീട്ടിൽ പോയേക്കാം. ഇല്ലെങ്കിൽ ഇവന്റെ വാല നമ്മളെ തെറി വിളിച്ചാൽ വിചാരം ചെയ്യും. ഇവിടെ എങ്ങോട്ടൊരു പടി ഉണ്ടാണല്ലോ. ഓ
കടിയേ ആ പഠിക്കേണ്ട പണി കൊടുക്കണം. ആ മോനെ വഴി പഠിക്കുമായിരുന്നു. അയ്യേ അച്ഛാ, എനിക്ക് നാണം വരുന്നു. അച്ഛന് മുണ്ടില്ലേ? മുണ്ട് ഞാൻ ഉറുമി പോലെ ചുരുട്ടി വെച്ചതല്ലേ. പിന്നെ ഉറുമി ഉരുട്ടി വെക്കാൻ നിങ്ങൾ എന്റെ കൊച്ചുമോനല്ലേ? ഓടി ഓടി പോയി മുണ്ടെടുത്ത് കൊടുക്കും മനുഷ്യ. പേക്കുത്തം കാണിച്ച് നടക്കുന്നു. എന്റെ പൊന്നുമോനൊന്നും പഠിക്കുന്നുണ്ടോ? അച്ഛാ അച്ഛൻ എനിക്ക് അലുവ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്. അലുവ 2 കിലോ. ആ മോനെ അലുവ നഷ്ടപ്പെട്ടു പോയല്ലോടാ. അച്ഛാ നാളെ ഫീസ് അടയ്ക്കുന്ന ലാസ്റ്റ് ഡേറ്റാ. പൈസ ഉണ്ടോ? ഫീസ് കൂട്ടാൻ്റെ 4000 അടിച്ച് അറിഞ്ഞില്ലല്ലേ? ഇപ്പൊ തരാം. ഒന്നുമില്ല അച്ഛാ. പോടാ. 4 രൂപയുള്ളൂ. 4 രൂപയുള്ളൂ മോനെ. ബാക്കി പിന്നെ തരാന്ന് പറ. കയറി വന്നിരിക്കുന്നു നാശം. എടോ മനുഷ്യ, ഇവിടെ 1 മണി അരി പോലും ഇല്ല കഞ്ഞി വെക്കാൻ. ഇന്ന് അപ്പുറത്തെ വീട്ടിലെ ശാന്തമ്മയുടെ കയ്യിൽ നിന്നാ കഞ്ഞി മേടിച്ചത്. എന്റെ ഒരു തലേവര. നീ മിണ്ടരുത്. നീ ഒരുത്തി ആറാടി ഞാൻ കുടിക്കുന്നത്. എനിക്കിവിടെ ഒരു സമാധാനമില്ല. പിന്നെ നിന്റെ അച്ഛനാടി എനിക്ക് കുടിക്കാൻ കാശ് തരുന്നത്. എന്റെ അപ്പം തന്നെ നോക്കാൻ നിങ്ങൾ വിറ്റ് കാശാക്കി കുടിച്ചില്ലേ? ഒരു തരി പൊന്നുണ്ട് എന്റെ കയ്യിൽ. നിന്റെ കൂട്ടുകാരുടെ ഒക്കെ കയ്യിൽ ഇഷ്ടം പോലെ പൊന്നുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ അത് മാത്രം. നിനക്ക് പൊന്നു വളരേ. അയ്യോ അമ്മനെ തകർത്തെറിഞ്ഞില്ലേ? മനുഷ്യബന്ധം മുറിച്ചു നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞില്ലേ? കുടുംബബന്ധം നശിപ്പിച്ച് തകർത്തെറിഞ്ഞില്ലേ? മനുഷ്യബന്ധം മുറിച്ചു നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞില്ലേ? നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ, നിങ്ങളായെന്ന്, നിങ്ങളായെന്ന്, നിങ്ങളായെന്ന്. എപ്പോഴെപ്പോഴും വിചാരിക്കട്ടെ. എന്താ വന്ന കാര്യം? അച്ഛനോടൊരു കാര്യം പറയാനാണ്. എന്താ പറഞ്ഞോളൂ. ഞങ്ങൾ നശിച്ചു, ഞങ്ങൾ നശിച്ചു, ഞങ്ങൾ നശിച്ചു. ഇല്ല, നിങ്ങൾ നശിച്ചിട്ടില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടാം, രക്ഷപ്പെടണം. രക്ഷയുണ്ടെന്നോ? അങ്ങ് അങ്ങ് ആരാണ്? ഞാൻ വിശുദ്ധ അഗസ്റ്റിൻ. വിശുദ്ധ അഗസ്റ്റിനോ? അതെ, ഞാൻ വിശുദ്ധ അഗസ്തീനോസ്. ഒരു കാലത്ത് നിങ്ങളെ പോലെ ലൗകിക താല്പര്യങ്ങളിൽ മുഴുകിയെന്നവനായിരുന്നു ഞാനും. എന്നിട്ടും അങ്ങ് വിശുദ്ധനായി? അതെ, വിശുദ്ധനായി. എന്റെ അമ്മയുടെ പ്രാർത്ഥന അതാണ് എന്നെ വിശുദ്ധനാക്കിയത്. എന്റെ അമ്മ എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഞാൻ പോയിടത്തെല്ലാം എന്നെ പിന്തുടർന്നു. ആ പ്രാർത്ഥന അതാണ് ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ യുവജനങ്ങളിലൂടെ വിളിക്കാം. ഞങ്ങളുടെ എളിയ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ പേരിലും വികാരിച്ചിന്റെ പേരിലും ഞങ്ങളുടെ ഇടവകയുടെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു.